ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മളിത് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മണി മാത്സ് എന്ന ടോപ്പിക്കിനകത്തിലെ സബ് ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മളിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഫോർമുല എന്താണ്, ഫോർമുല ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ഇത്രയും നമ്മൾ നോക്കും. ആദ്യം തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്ന് പറയുന്നത്, നമ്മൾ പലിശ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബാങ്കാണ്. ബാങ്കിൽ നമ്മൾ കുറച്ച് തുക നിക്ഷേപിച്ചാലും ബാങ്കിൽ നിന്ന് കടമെടുത്താലും ഒക്കെ അവിടെ പലിശ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് കണക്കാക്കുക എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. ആദ്യമായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ അതിൻ്റെ ബേസിക് ടേംസ് ആണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് പ്രിൻസിപ്പൾ. എന്താണ് പ്രിൻസിപ്പൾ? ഈ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എത്ര തുകയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര തുകയാണ് കടമെടുക്കുന്നത്. നമ്മുടെ ഒരു മെയിൻ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടിനാണല്ലോ പലിശ നമ്മൾ കണക്കാക്കേണ്ടത്. ആ എമൗണ്ടിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ദ മണി ബോറോഡ്, നമ്മൾ കടമെടുക്കുക. ഇവിടെ ബോറോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നിക്ഷേപിച്ചതായിരിക്കാം അല്ലെങ്കിൽ കടമെടുത്തതായിരിക്കാം. അതിനെയാണ് ഈസ് കോൾഡ് ദി പ്രിൻസിപ്പൽ ഓർ സം എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വണ്ണാണ് ഇൻട്രസ്റ്റ്. പലിശ എന്താണ്? അതിന് ഐ എന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ദ അഡീഷണലി മണി പെയ്ഡ് ബൈ ദ ബോറോവർ ഈസ് കോൾഡ് ദ ഇൻട്രസ്റ്റ്. നമ്മൾ അഡീഷണലായിട്ട് കടമെടുത്തത് കൂടാതെ കുറച്ച് പലിശ ബാങ്കിന് അടയ്ക്കുമല്ലോ, അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് റേറ്റ്. റേറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റേറ്റ് എന്ന് പറയുന്നത് ഒരു 100 രൂപയ്ക്ക് എത്ര പലിശയാണ് ആയത്, നമ്മുടെ പെർ 100 റുപ്പീസ് ആയിട്ടുള്ള പലിശയുടെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് എമൗണ്ട്. എമൗണ്ട് എന്ന് പറയുമ്പോൾ ദ ടോട്ടൽ മണി പെയ്ഡ് ബൈ ദ ബോറോവർ ടു ദ ലെൻഡർ ഈസ് കോൾഡ് ദി എമൗണ്ട്. നമ്മൾ എടുത്ത തുക കൂടാതെ കുറച്ച് തുക എക്സ്ട്രാ എന്തായാലും പലിശയായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ പലിശയും നമ്മൾ എടുത്ത തുകയും കൂടെ കൂട്ടി മൊത്തത്തിൽ എത്രയാണോ നമ്മൾ തിരിച്ചടയ്ക്കുന്നത്, അതിനെയാണ് നമ്മൾ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ടേംസ് നമുക്ക് മനസ്സിലായി. പ്രിൻസിപ്പൽ, ഇൻട്രസ്റ്റ്, റേറ്റ്, എമൗണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി മെയിൻ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? മെയിൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ, ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂണിഫോംലി ഓൺ ദ ഒറിജിനൽ പ്രിൻസിപ്പൽ ത്രൂ ഔട്ട് ദ ലോൺ ഓർ സേവിങ് പീരിയഡ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻട്രസ്റ്റിൻ്റെ ഡെഫിനിഷനാണ്. Interest is calculated uniformly on the original principal throughout the loan or saving period. It is called simple interest. അതായത് നമ്മൾ മെയിൻ എമൗണ്ടിനകത്ത് തന്നെയാണ്, ആ എമൗണ്ടിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഫുൾ ആനുവലി നമ്മൾ നോക്കുകയാണ്. പെർ ആനുവലി ആണ് നമ്മൾ പലിശ കണക്കാക്കുന്നത്. ഒരു വർഷത്തേക്കാണ് പലിശ കണക്കാക്കുന്നത്. അതിനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ എത്ര തുകയാണോ കടമെടുത്തത്, അത് എത്ര വർഷമായിക്കോട്ടെ, ആ തുകയ്ക്ക് ഒരു സിമ്പിൾ എമൗണ്ട് ഫിക്സ് ചെയ്ത് ആഡ് ചെയ്ത് പലിശയാക്കി കൂട്ടുന്നതിനെയാണ്. ഇപ്പം നമ്മളൊരു 20,000 രൂപ കടമെടുത്താൽ 1000 രൂപയാണ് ഒരു വർഷത്തേക്ക് പലിശ എന്ന് വെച്ചോട്ടെ. ആ ത്രൂ ഔട്ട് ആ 20,000 രൂപ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് വെച്ച് അതിന് ചേഞ്ച് ഒന്നും വരുത്താതെ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നമ്മൾ എന്തിനാണ് ഇപ്പോൾ ബാങ്ക് നമ്മുടെ ഈടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കവർ പൈസ കടം തരുന്നു. അപ്പോൾ ഇതേ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ച് പൈസ കൊടുത്താലേ ബാങ്കിന് എന്തെങ്കിലും ലാഭം ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പൈസ ഉപയോഗിക്കാൻ ആവശ്യ സമയത്ത് തരുന്നതിന് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന എക്സ്ട്രാ ചാർജ്, അതാണ് നമ്മുടെ സിമ്പിൾ മീനിങ്ങിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമോ? കിട്ടും. എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ പണം അവിടെ നിക്ഷേപിക്കുകയാണ്. നമുക്ക് ഉള്ള കുറച്ച് പൈസ നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബാങ്കിനെ ചൂസ് ചെയ്തു. ആ ബാങ്കിന് നമ്മുടെ പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ആ ബാങ്ക് നമുക്ക് എന്ത് തരും? തിരിച്ചും അവർ വർഷത്തിൽ കുറച്ച് എക്സ്ട്രാ മണി നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് തിരിച്ചും പലിശ കൊണ്ട് ഉപയോഗം ഉണ്ടാകുന്നുണ്ടാകും.
അപ്പോൾ അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. നമുക്ക് രണ്ടിടത്ത് കാണാൻ കഴിയും. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും വെൻ വി ഡെപ്പോസിറ്റ് മണി ഇൻ ബാങ്ക് വി ഗെറ്റ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ വെൻ വി ടേക്ക് ലോൺ ഫ്രം എ ബാങ്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻട്രസ്റ്റ് പേ ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഫോർമുലയൊക്കെ വന്നാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു ഒരു നിശ്ചിത എമൗണ്ടിൻ്റെ എത്ര പലിശയായി, എത്ര പലിശ നമ്മൾ അടയ്ക്കണം എന്ന് സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് I=PNR/100. ഈ പി എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ എത്ര തുകയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ്, ആർ എന്ന് പറയുന്നത് റേറ്റ്, ഒരു വർഷത്തിൽ നമ്മൾ അടയ്ക്കേണ്ട പലിശ /100. ഓക്കെ, 100 രൂപയ്ക്ക് എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തത്. അതുകൊണ്ടാണ് /100 നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഫോർമുല എന്താണപ്പോൾ? സിമ്പിൾ ഇൻട്രസ്റ്റ് I=PNR/100. ഇനി നമുക്കിത് പ്രോബ്ലംസ് നോക്കാം. ഒരു സിമ്പിളായിട്ട് ഒരു പ്രോബ്ലമാണ് നിങ്ങളുടെ മോഡലിന് വേണ്ടിയിട്ട് ഇതിനകത്തിൽ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ഒരു പ്രോബ്ലമാണ്, സിമ്പിളാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രതൻ ഒബ്റ്റെയിൻഡ് എ ലോൺ ഓഫ് ₹25,000 ഫ്രം HDFC ബാങ്ക് ടു റെനോവേറ്റ് ഹിസ് ഹൗസ്. അതായത് രതൻ എന്ന് പറയുന്ന ഒരാൾക്ക് അയാളുടെ വീടൊന്ന് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ ബാങ്കിൽ നിന്ന് ₹25,000 ലോണായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10% പെർ ആനുവം. അപ്പോൾ ഈ ബാങ്ക് ഒരു വർഷത്തിൽ എത്ര പലിശ ഈടാക്കും? 25,000 കടമെടുത്താൽ 10% പലിശ. കണ്ടോ, പലിശ ശതമാനത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ എമൗണ്ടിൻ്റെ ഇത്ര ശതമാനം എക്സ്ട്രായാണ് നമ്മൾ ഒരു വർഷത്തേക്ക് കൊടുക്കേണ്ടത്. വാട്ട് എമൗണ്ട് വിൽ ഹി ഹാവ് ടു പേ ടു ദ ബാങ്ക് ആഫ്റ്റർ 2 years ടു റീപേ ദ ഡെബിറ്റ്. ഒരു 2 വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ₹25,000 രതൻ കടമെടുത്ത് ഒരു 2 വർഷം കഴിഞ്ഞാണ് അയാളുടെ കടം വീട്ടുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ 2 വർഷത്തേക്ക് എക്സ്ട്രാ പലിശയായിട്ട് ഇയാൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഇവിടെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതെടുത്ത് എഴുതാം. ഫസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടാണ് തന്നിരിക്കുന്നത് 25,000. പിന്നെ ഇൻട്രസ്റ്റ് എത്ര വെച്ചിട്ടാണ് കണക്കാക്കുന്നത്? 10% പെർ ആനുമാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് P.A എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത എത്ര വർഷത്തേക്കാണ്? ക്യാപിറ്റൽ N = 2 years. എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. അതെന്ന് പറയുന്നത് PNR/100 ആണ്. അപ്പോൾ 25,000 × 10 × 2 the whole /100. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,000 rupees. അതായത് 25,000 rupees കടമെടുത്താൽ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ എത്ര രൂപയാണ് അധികം ബാങ്കിന് കൊടുക്കേണ്ടത്? 5,000 rupees നമ്മൾ കൊടുക്കണം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര കൊടുക്കും? 25,000 + 5,000 which is equal to 30,000. അതായത് നമ്മൾ കടം വാങ്ങിയ മെയിൻ തുക കൂടാതെ ഒരു എക്സ്ട്രാ 5,000 കൂട്ടി 30,000 rupees ആണ് കൊടുക്കേണ്ടത്. ഇനി ഫൈനലി അപ്പോൾ നമുക്ക് മനസ്സിലായി 25,000 rupees കടമെടുത്താൽ 10% ഇൻട്രസ്റ്റ് വെച്ചിട്ട് 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് ഡയറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒരു വർക്കൗട്ട് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 15% ആണ് എങ്കിൽ 3 വർഷം കഴിയുമ്പോൾ 630 rupeesന് എത്രയാണ് ടോട്ടൽ എമൗണ്ട് തിരിച്ച് പേ ചെയ്യേണ്ടത്? ഇതാണ് വർക്കൗട്ട് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്ലാസ്സിനകത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.